ഇത് സംശയമുണ്ട്. ഒരു കുഞ്ഞനന്തൻ മാത്രല്ലടോ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാൾ. എന്താണ് കുഞ്ഞനന്തനും പിന്നെ സന്തോഷം എന്ന് പറയും. എന്താണ് വേറെ ഒരാളും, വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു സാക്ഷിയും. രണ്ടുപേരും മരിച്ചു. എങ്ങനെ മരിച്ചത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയും പ്രതിയുടെ ഭാര്യയും മരിച്ചു. ഒരു ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ, അവരും ആത്മഹത്യ ചെയ്തു. മരിച്ചതല്ല, ആത്മഹത്യ ചെയ്തു. മൻസൂർ വധക്കേസിലെ പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു. ഫസിൽ വധക്കേസിലെ പ്രതി 3 പേർ, കത്തിക്കുത്തിൽ 2 പേർ, റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിച്ചു. പ്രതികളാണ്. എടാ, ഈ പ്രതികൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുത്തൻ, നീ അറിയൂ ആരാണ് ഈ പ്രതി എന്ന് CPM-കാർക്ക് അറിയോ? ടി.പി. ചന്ദ്രശേഖരന് വെട്ടുകൊണ്ട് ദേഹം മുഴുക്ക വെട്ടി, 19 വെട്ട്, ചോര വാർന്നൊലിച്ചു, ഭീകരമായ ശബ്ദമുയർത്തി. അവസാനത്തെ ശ്വാസം പോകാൻ ചന്ദ്രശേഖരൻ ഇങ്ങനെ വളയുന്നുണ്ട്. ആ സമയത്ത് കാറിൽ നിന്നിറങ്ങിയിട്ട് അവസാനത്തെ വെട്ടിയവനാണ് ഷാഫി. അത്രമേൽ ഭീകരനാണ് ഇവൻ. ആത്മഹത്യ ചെയ്യോ? ദുർബലമായ മനസ്സുള്ളവരാണ് ആത്മഹത്യ ചെയ്യുക. പിന്നെ എങ്ങനെയാണോ ഈ പ്രതികള് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു തീരുന്നത്? ഇതിന്റെ പിറകിൽ CPM ഉണ്ട്. ഇതൊരു ഒരു കേവലമായ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപകടകരമായ രാഷ്ട്രീയം. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി ടീച്ചറോട് ചോദിക്കട്ടെ, ശൈലജയോട്, ഒറ്റ കാര്യം. ഈ നിങ്ങളുടെ മണ്ഡലത്തിലല്ലേ പാലത്തായി ടീച്ചറെ? പാലത്തായിൽ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിമാരകമായി പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി ഒരു BJP-കാരനായ അധ്യാപകനാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിലല്ലേ ഷാജി സംസാരിക്കുന്നത്? റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. പറ്റുമെങ്കിൽ അല്ലെന്ന് പറ ടീച്ചറെ. ആ BJP-കാരനെ സംരക്ഷിക്കാൻ അന്നത്തെ ഭരണകൂടം ചെയ്ത സൗകര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയണോ ടീച്ചറെ? കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് നിങ്ങളാ കൈകാര്യം ചെയ്തത്. പാലത്തായിലെ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് പറയ്. വലിയ വിടുവായത്തം പറയണ്ടല്ലോ ശൈലജ. ഒന്ന് പറഞ്ഞേ, എന്താ ഇവർക്ക് ചെയ്തു കൊടുത്തത്? ചെയ്ത ദ്രോഹരങ്ങൾക്ക് ടീച്ചറുടെ വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിലർമാര് ആ പെൺകുട്ടിയെ മാനസികമായി ഹരാസ് ചെയ്തു. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ. എന്നിട്ട് മൊഴിയുണ്ടാക്കി. ഇതാ തലശ്ശേരി കോടതിയിൽ അതിന്റെ കേസ് നടക്കുകയാണ്, വിചാരണ നടക്കുകയാണ്. എന്താ ടീച്ചർക്ക് പറയാനുള്ളത് പാലത്തായി കേസിനെ കുറിച്ച്? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതൊന്നുമില്ല. എന്താണോ മോദി അതിന്റെ മിനിയേച്ചർ. ഇതെന്തൊരു ഭരണമാണ്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും കേന്ദ്രം പറയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടുത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും വില വർദ്ധിച്ചു വന്നപ്പോ ആ വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും അല്ലല്ലോ. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു. ഡീസലിന് 10 റുപ്പികയിലധികം കുറവാണ്. ഗുണ്ടൽപേട്ടയിലെ അരിയുടെ വിലയല്ല, പേരാമ്പ്രയിലെ അരിയുടെ വില, പച്ചക്കറിയുടെ വില, മുളകിന്റെ വില, സാധനങ്ങളുടെ വില. എന്ത് കാര്യം? ആ സ്റ്റേറ്റുകൾ വില കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഇതാ സ്ത്രീകള് നിങ്ങളൊക്കെ കേരളത്തിലായിപ്പോയി കുടുങ്ങിപ്പോയതാണ്. നിങ്ങൾ ആ കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയി നോക്കി, എന്തൊരു സുഖാണ് സ്ത്രീകൾക്കൊക്കെ. ആലോചിക്കുക, ഇപ്പം ഭർത്താവ് പോയിട്ടൊന്ന് തെറ്റിന്ന് വിട്ടു, രാവിലെ നേരെ ബസ് കയറി കുത്തിർക്കുക. ബസ് അങ്ങനെ പോകും. അപ്പൊ പല കാഴ്ചയും കാണുമ്പോൾ നിങ്ങളെ മനസ്സൊന്ന് തണുക്കും. വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവിന്റെ ചൂടും മാറും. നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ പോവാ. 10 രൂപ കൊടുക്കേണ്ട ബസ് ഫ്രീ ആണ്. വീട്ടിലിങ്ങനെ ഒറ്റക്ക് നിൽക്കല്ലേ. അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്, അവിടെ വരെ പോയിട്ട് വരാം. വെറുതെ കയറി കുത്തിർക്കുക. അങ്ങാടിയൊക്കെ കണ്ട് ടൗണൊക്കെ കണ്ടു. എന്തൊരു ഭരണം ഇവിടെ! ഇച്ചങ്ങ അതിന്റെ മോന്ത